ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ടെക്നോഫിക്സിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഫിലിപ്സിന്റെ അടിപൊളി ഒരു കോഫി മേക്കർ നമുക്ക് സ്ക്രാപ്പിൽ നിന്നും 200 രൂപയ്ക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിന്റെ റീസ്റ്റോറേഷൻ വീഡിയോ ചെയ്താലോ? റീസ്റ്റോറേഷന്റെ വീഡിയോ ചെയ്യാൻ വേണ്ടി ബീറ്റർ വാങ്ങാൻ വേണ്ടി പോയപ്പോഴാണ് ഈ കോഫി മേക്കറും അവിടെ നിന്ന് നമ്മൾ വാങ്ങിയത്. ഈ കോഫി മേക്കർ കിട്ടിയപ്പോൾ ഇതുപോലെ പൊടിയെല്ലാം പിടിച്ചിരിക്കുമായിരുന്നു. വേറെ പൊട്ടലോ കംപ്ലൈന്റോ ഒന്നും ഇല്ലായിരുന്നു. അതാണ് വാങ്ങിയത്. ഈ കോഫി മേക്കർ കാണുമ്പോൾ തന്നെ അറിയാം ഒട്ടും അങ്ങനെ യൂസ് ചെയ്യാതെ വീട്ടിലിരുന്നതായിരുന്നു. ഉപയോഗം ഇല്ലാത്തതുകൊണ്ട് നേരെ സ്ക്രാപ്പിലേക്ക് കളഞ്ഞതാകാനാണ് ചാൻസ്. ആദ്യം നമുക്ക് അതിൽ ചുറ്റി വെച്ചിരിക്കുന്ന കേബിൾ എല്ലാം അഴിച്ചെടുത്ത ശേഷം നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കാം. ഇനി അടുത്ത വീഡിയോ ചെയ്യാൻ പോണത് റീസ്റ്റോറേഷൻ അല്ലായിരുന്നു, അടിപൊളി ഒരു മേക്കിംഗ് വീഡിയോ ആണ്. വീട്ടിലേക്ക് വളരെ ഉപകാരമുള്ള ഒരു മെഷീനാണ് ഉണ്ടാക്കുന്നത്. സ്ക്രാപ്പിൽ നിന്നൊക്കെ എന്തെങ്കിലും സാധനം കിട്ടി റീസ്റ്റോറേഷൻ ചെയ്യാൻ തുടങ്ങുന്നതിന് മുമ്പായിട്ട് തന്നെ ഫുള്ള് സാനിറ്റൈസ് ചെയ്ത ശേഷമാണ് അത് ക്ലീൻ ചെയ്യുന്നത്. ഇത് ഫിലിപ്സിന്റെ കോഫി മേക്കർ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല ബിൽഡ് ക്വാളിറ്റി ഉണ്ട്. ഫിലിപ്സിന്റെ ഈ മോഡൽ കോഫി മേക്കറിന് ഫ്ലിപ്കാർട്ടിൽ റേറ്റ് നോക്കിയപ്പോൾ പുതിയതിന് 3000 രൂപ എടുത്തായിരുന്നു വില കണ്ടത്. ഇനിയും എന്തെങ്കിലും റീസ്റ്റോറേഷൻ വീഡിയോ മേക്കിംഗ് വീഡിയോ ഒക്കെ ചെയ്യണമെങ്കിൽ കമന്റ് ഇട്ടാൽ മതി, അതുപോലത്തെ വീഡിയോ ചെയ്തേക്കാം. അത്യാവശ്യം ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ കോഫി മേക്കർ ഒന്ന് ഓൺ ചെയ്ത് നോക്കാം. പ്ലഗിൽ കുത്തി കോഫി മേക്കറിന്റെ പവർ കേബിൾ പ്ലഗിൽ കുത്തിയ ശേഷം അതിന്റെ സ്വിച്ച് ഓൺ ചെയ്തപ്പോൾ ഓൺ ആകുന്നില്ലായിരുന്നു. ഇടയ്ക്ക് അതിലെ സ്വിച്ചിലെ ഇൻഡിക്കേറ്ററിന്റെ ലൈറ്റ് ഒന്ന് പയ്യൊന്ന് തെളിഞ്ഞായിരുന്നു. അപ്പം തന്നെ മനസ്സിലായി സ്വിച്ചിന്റെ പ്രോബ്ലം ആണെന്ന്. അപ്പം ഇനി നമ്മുടെ കോഫി മേക്കർ ഇനി അഴിച്ചു നോക്കാതെ രക്ഷയില്ല, നേരെ അഴിക്കാം. അഴിക്കാനാണെങ്കിലും വളരെ സിമ്പിളാണെന്നോർത്ത് പണി തുടങ്ങിയതാണ്. ബാക്കിൽ 4 സ്ക്രൂ ആയിരുന്നു ഉണ്ടായിരുന്നത്, പക്ഷെ ആദ്യത്തെ സ്ക്രൂ തന്നെ നമുക്ക് പണി തന്നു. ആദ്യം അഴിക്കാൻ നോക്കിയ സ്ക്രൂ ആണെങ്കിൽ അത് 8ന്റെ പണി കിട്ടി. സ്റ്റാർ ടൈപ്പ് സ്ക്രൂ ആയിരുന്നു. അത് അഴിക്കാൻ നോക്കി അതിൻ്റെ ഗ്രിപ്പെല്ലാം തേഞ്ഞു പോയി. അത് പിന്നെ ലാസ്റ്റ് അഴിക്കാന്നോർത്ത് ബാക്കി ഉണ്ടായിരുന്ന 3 സ്ക്രൂകളും ഈസി ആയിട്ട് അഴിച്ചെടുത്തു. ഈ കോഫി മേക്കറിൻ്റെ പവർ കൺസംഷൻ ആണെങ്കിൽ 595 to 708 വാട്ട്സ് ആണ്. ബാക്കി ഉണ്ടായിരുന്ന 3 സ്ക്രൂ ആണെങ്കിലും വളരെ വേഗത്തിൽ തന്നെ അഴിച്ചെടുത്തു. പക്ഷെ ഒരുത്തം മതിയിലോ പണി തരാൻ. ഇനി അഴിയാത്ത സ്ക്രൂ തന്നെ അഴിക്കാൻ നോക്കാം. ഇത് അഴിക്കാൻ വേണ്ടി കുറേ നോക്കിയെങ്കിലും ലാസ്റ്റ് ഇത് ഡ്രില്ലിംഗ് മെഷീൻ്റെ അകത്ത് മെറ്റൽ ഹോളിടുന്ന 4M ഡ്രിൽ ബിറ്റ് ഇട്ട ശേഷം റിവേഴ്സിലേക്ക് ഇട്ട് കറക്കി നോക്കി. ഇതുപോലെ ചെയ്തപ്പോൾ നമ്മുടെ സ്ക്രൂ വളരെ എളുപ്പത്തിൽ തന്നെ അഴിഞ്ഞു വന്നു. ആദ്യം നമ്മൾ സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ച് പയ്യെ അഴിക്കുമായിരുന്നെങ്കിൽ ഒരു പ്രശ്നമില്ലായിരുന്നു. അത് ഡ്രില്ലിംഗ് മെഷീൻ ഉപയോഗിച്ച് ഇച്ചിരി സ്പീഡ് കൂടി പോയി. അതാണ് ഈ 8 പണി കിട്ടിയത്. സ്ക്രൂ 4 അഴിച്ച ശേഷം ബാക്കിലത്തെ കവർ പയ്യെ ഇങ്ങനെ അഴിച്ചെടുക്കാം. ഇതിൻ്റെ ഉള്ളിലാണെങ്കിലും ഒട്ടും മുഷിഞ്ഞിട്ടൊന്നുമില്ലായിരുന്നു. കണ്ടാൽ പുത്തം പോലെയാണ് ഇരിക്കുന്നത്. ഇനി അതിൻ്റെ സ്വിച്ച് എന്തായാലും അഴിച്ചൊന്ന് ക്ലീൻ ചെയ്തിട്ട് ഇടാം. നമ്മുടെ ഈ കോഫി മേക്കറിൻ്റെ സ്വിച്ചിന് 3 ലെഗുകളാണ് ഉള്ളത്. 3 ലെഗുകളിലേക്ക് 3 വയറുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ അഴിക്കുമ്പോഴും അതുപോലെ റീഫിറ്റ് ചെയ്യുമ്പോഴും കറക്റ്റ് നോക്കി മാത്രമേ ഫിറ്റ് ചെയ്യാവുള്ളൂ. സ്വിച്ച് അഴിച്ചെടുക്കാനാണെങ്കിലും വളരെ എളുപ്പത്തിൽ തന്നെ അഴിച്ചെടുക്കാം. ഈ സെയിം മോഡൽ സ്വിച്ച് ഷോപ്പിൽ വാങ്ങാൻ കിട്ടുന്നത് തോന്നുന്നില്ല, അതുകൊണ്ട് എങ്ങനെയെങ്കിലും റിപ്പയർ ചെയ്തെടുക്കാം. ഈ സ്വിച്ചിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് ഓൺ ആയാൽ അറിയാൻ വേണ്ടി ഒരു ഇൻഡിക്കേറ്റർ ലൈറ്റ് കൂടിയുണ്ട്. സ്വിച്ചിൻ്റെ ഉള്ളിൽ ക്ലാവ് പോലെയോ തുരുമ്പ് പോലെയൊക്കെ എന്തെങ്കിലും പിടിച്ചതാകാനാണ് സാധ്യത. അതുകൊണ്ട് നമുക്കൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം. WD-40 ആണ് ക്ലീൻ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. സ്വിച്ച് ഫുള്ളായിട്ട് അഴിച്ച് ക്ലീൻ ചെയ്യാനാണെങ്കിൽ ചിലപ്പോൾ ഇൻഡിക്കേറ്റർ ലൈറ്റൊക്കെ ഉള്ളതുകൊണ്ട് ഫിറ്റ് ചെയ്യാൻ വേണ്ടി പാടായിരിക്കും. അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ പുറമേ നിന്ന് സ്പ്രേ അടിച്ചൊന്ന് ക്ലീൻ ചെയ്ത് നോക്കാം. നമ്മുടെ ഈ കോഫി മേക്കറിൻ്റെ വാട്ടർ ഹീറ്റാക്കുന്ന കോയിലാണ് ഈ കാണുന്നത്. സ്വിച്ച് അത്യാവശ്യം WD-40 ഒക്കെ അടിച്ച് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കൊന്ന് ഫിറ്റ് ചെയ്ത് നോക്കാം. സ്വിച്ച് നമ്മൾ വീണ്ടും റീഫിറ്റ് ചെയ്യുമ്പോൾ സ്വിച്ചിൻ്റെ അതാത് ലെഗുകളിൽ തന്നെ കറക്റ്റ് വയറുകൾ ഫിറ്റ് ചെയ്തെടുക്കണം. ഈ വയറുകളിൽ ഇട്ടേക്കണ സ്ലീവ് കറക്റ്റായിട്ട് തന്നെ ഇടണം, എവിടെയും ഷോർട്ട് ആകാത്ത രീതിയിൽ. സ്വിച്ചിലേക്കുള്ള 3 വയറുകളും കറക്റ്റായിട്ട് ഫിറ്റ് ചെയ്ത ശേഷം നമുക്ക് സ്വിച്ച് കറക്റ്റ് ഹോളിലേക്ക് ഇറക്കി വെക്കാം. സ്വിച്ച് ആ ഹോളിലേക്ക് ഇറങ്ങിയിരിക്കുമ്പോൾ ഒരു ലോക്ക് പോലെയാണ്, കറക്റ്റായിട്ട് ടൈറ്റായിട്ട് ഇരുന്നോളും. സ്വിച്ച് വെച്ച ശേഷം നമുക്ക് ബാക്കിലത്തെ കവറും അടച്ചെടുക്കാം. അടുത്തതായിട്ട് സ്ക്രൂ ചെയ്തെടുക്കാം. 3 സ്ക്രൂ ഇതിലുണ്ടായിരുന്നു. ഒരു സ്ക്രൂ പോയതുകൊണ്ട് പുതിയൊരു സ്ക്രൂ ആണ് ഉപയോഗിക്കുന്നത്. ഇത് ടൈറ്റ് ആക്കുന്നതിന് മുമ്പായിട്ട് തന്നെ എവിടെയും വയറൊന്നും ഷോർട്ട് ആയിട്ടില്ലെന്ന് ഉറപ്പാക്കിയിട്ട് വേണം ഇത് ടൈറ്റാക്കി എടുക്കാൻ. നമ്മുടെ ഈ കോഫി മേക്കർ സ്ക്രാപ്പിൽ നിന്ന് കിട്ടിയതായതുകൊണ്ട് തന്നെ സാനിറ്റൈസ് മാത്രം ചെയ്തിട്ട് കാര്യമില്ല. നല്ല തിളച്ച ചൂടുവെള്ളം ഉപയോഗിച്ച് ഫുള്ളായിട്ട് വാഷ് ചെയ്തെടുക്കേണ്ട അതിൻ്റെ ഉള്ളിലെല്ലാം. ഇതുപോലെ ഒരു 2-3 പ്രാവശ്യം ചെയ്തെടുക്കേണ്ട. കൂടാതെ അതിൻ്റെ ഫിൽറ്ററുകളും എല്ലാ സംഭവങ്ങളും ഇതുപോലെ ക്ലീൻ ചെയ്തെടുക്കണം. അതിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഗ്ലാസ് ജാറും ഫിൽറ്ററുകളും എല്ലാം ഇതുപോലെ തന്നെ ചൂടുവെള്ളം ഉപയോഗിച്ച് നമുക്ക് വാഷ് ചെയ്തെടുക്കാം. ഇതിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഗ്ലാസ് ജാർ ആണെങ്കിലും അങ്ങനെ പെട്ടെന്ന് പൊട്ടിപ്പോണ സൈസ് അല്ലെന്ന് തോന്നുന്നു. കുറച്ച് ക്വാളിറ്റി ഉള്ള സൈസ് ഗ്ലാസ്സാണ്. ഈ ചൂടുവെള്ളം ഉപയോഗിച്ച് വാഷ് ചെയ്യുന്നതിന് മുമ്പായിട്ട് തന്നെ നമ്മൾ വിമ്മൊക്കെ ഇട്ട് നന്നായിട്ട് വാഷ് ചെയ്തെടുത്തതായിരുന്നു. ഇതുപോലത്തേക്ക് റീസ്റ്റോറേഷൻ വീഡിയോ ചെയ്യണമെങ്കിൽ പറഞ്ഞാൽ മതി, ഇനിയും ചെയ്യാം. ഇനി നമുക്ക് കോഫി മേക്കറിൽ നിന്ന് അഴിച്ചെടുത്ത സാധനങ്ങളെല്ലാം റീഫിറ്റ് ചെയ്യാം. ഈ കോഫി മേക്കറിൻ്റെ ഫിൽറ്റർ കണ്ടാൽ അറിയാം അങ്ങനെ ഒട്ടും യൂസ് ചെയ്യാത്തതാണ്. യൂസ് ചെയ്തതായിരുന്നെങ്കിൽ അതിൻ്റെ ഫിൽറ്ററിൻ്റെ ഉള്ളിൽ ചായപ്പൊടിയുടെയും കാപ്പിപ്പൊടിയുടെയൊക്കെ കറ പോലെ കണ്ടാനെ. ഇനി കോഫി മേക്കറിൻ്റെ ഉള്ളിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഈ കോഫി മേക്കറിൻ്റെ ഫ്രണ്ടിലായിട്ട് ഒരു സ്കെയിൽ പോലെ സംഭവമുണ്ട് വെള്ളത്തിൻ്റെ ലെവൽ കാണാൻ വേണ്ടി.
അതിൽ നോക്കിയ ശേഷം വെള്ളം ഫുള്ളായിട്ട് ഫില്ല് ചെയ്താൽ മതി. ഇതിൽ കാണുന്ന മാക്സിമം ലെവൽ മാത്രമാണ് ഒഴിക്കാവുള്ളൂ. നമ്മുടെ കോഫി മേക്കർ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി കോഫിക്ക് പകരം ചായപ്പൊടിയാണ് ഇടുന്നത്. ഫിൽറ്ററിലേക്ക് ചായപ്പൊടി ഇട്ട ശേഷം മുകളിലത്തെ കവർ നമുക്ക് ക്ലോസ് ചെയ്യാം. അത് കഴിഞ്ഞ് ഗ്ലാസ് ജാർ എടുത്ത് കോഫി മേക്കറിൻ്റെ ഉള്ളിലേക്ക് വെച്ച ശേഷം സ്വിച്ച് ഓൺ ചെയ്യണം. സ്വിച്ച് ഓൺ ചെയ്തപ്പോൾ തന്നെ സ്വിച്ചിൻ്റെ അകത്തുള്ള ഇൻഡിക്കേഷൻ ലൈറ്റ് തെളിയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കോഫി മേക്കർ ഓണായി. സ്വിച്ച് ഓൺ ചെയ്ത് നിമിഷങ്ങൾക്കകം തന്നെ നമ്മുടെ ഗ്ലാസ് ജാറിൻ്റെ ഉള്ളിലേക്ക് ചായ ചാടുന്നത് കാണാം. അപ്പോൾ നമുക്ക് 200 രൂപയ്ക്ക് കിട്ടിയ കോഫി മേക്കർ അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. കോഫി മേക്കറിൻ്റെ ഉള്ളിലത്തെ കോയിൽ ഹീറ്റ് ആകാനനുസരിച്ച് വളരെ വേഗത്തിൽ തന്നെ ചായ ചാടുന്നത് കാണാം. വീഡിയോയുടെ ലെങ്ത് കൂർന്നുകൊണ്ട് ചായ ചാടുന്നത് കുറച്ച് സ്പീഡായിട്ട് കാണിച്ചെന്നേ ഉള്ളൂ. ഇതുപോലത്തെ കോഫി മേക്കർ ഏറ്റവും ഉപകാരമുള്ളത് ഷോപ്പുകളിലും ഓഫീസുകളിലൊക്കെ വർക്ക് ചെയ്യണവർക്കാണ്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് വന്ന് ചായയും കോഫിയൊക്കെ കുടിക്കാമല്ലോ. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ കോഫി മേക്കറിൻ്റെ വീഡിയോ ഇഷ്ടമായിക്കഴിഞ്ഞാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാട്ടോ. അടുത്ത കിടിലം വീഡിയോ ആയിട്ട് ഉടൻ തന്നെ വന്നേക്കാം.